നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ വാപ്പാ, നീ നിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കണേ, നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കണേ. നിന്റെ പെൺമക്കള് വീട്ടുജോലിയുടെ കാര്യങ്ങൾ നിന്റെ അടുക്കൽ പറഞ്ഞ് കരയുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നന്മയാണ്. അല്ലാഹുവേ, കൊട്ടുകാടിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, ഭർത്താവിന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെങ്ങള്, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുക കൊള്ളുന്നവളല്ലേ, ചൂടനുഭവിക്കുന്നവളല്ലേ പെങ്ങളെ, നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ ഒഴുകുമല്ലോ പെങ്ങളെ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ. എങ്കിലാ വിയർപ്പ് തുള്ളി നിനക്ക് നഷ്ടമാകില്ല. ആ അടുക്കളയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനക്കും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീണ വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാറുള്ള വഴിയാ പെങ്ങളെ. ആ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് തീ കൊള്ളുന്ന ഉമ്മ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അത് നിനക്ക് നരകമോചനം കിട്ടാറുള്ള ഒരു നന്മയാണ്, ഒരു കാരണമാണ് പെങ്ങളെ. എന്ത് ചെയ്താലും പരാതി പറയുന്നവരുണ്ടല്ലോ. ഭർത്താവിന്റെ തുണി കഴുകിയാൽ, വീട് തൂത്താൽ, മക്കളെ നോക്കിയാൽ, ഗർഭം ചുമന്നാൽ, പാല് കൊടുത്താൽ, എല്ലാത്തിനും സങ്കടം പറയുന്ന പെണ്ണെ. ഒരു പെണ്ണതാ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ വേളയിൽ മരണപ്പെട്ടു പോയാ അവൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ പൊന്നാര മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മ, നിനക്ക് ജിഹാദിന്റെ കൂലിയാ. എന്ത് ചെയ്താലും പ്രതിഫലമാണോ? പക്ഷേ ഇന്ന് സമുദായത്തിനറിയില്ല കുടുംബജീവിതത്തിന്റെ വില എന്താണെന്ന്, കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന്. തമ്മി തല്ലാനേ അറിയൂ, പരസ്പരം കേസ് കൊടുക്കാനേ അറിയൂ, കണ്ടാ മുഖം തിരിച്ച് നടക്കാനേ അറിയൂ. വാപ്പാ, ഇന്ന് വാഴ്തുകടിഞ്ഞിവിടന്ന് ഇറങ്ങി പോകുമ്പോ പ്രസംഗം കേൾക്കാമെന്നിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു പോയി, മുടിയൊക്കെ മുടിയൊക്കെ നരച്ചു പോയി, 50ഉം 60ഉം വയസ്സായില്ലേ. നിനക്കറിയുമോ, വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ, ആ പിടിച്ച കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാടാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഇന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റുമോ? നീ വേറൊന്നും വേണ്ട, ആ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു നിങ്ങളുടെ 2 പേരുടെയും പാപം പുറത്തു തരുമെന്ന് നബിയന റസൂലുള്ളാഹി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. നീ കണ്ടവൻ്റെ ഭാര്യയെ നോക്കി ചിരിക്കും, എന്നാലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കൂല. റോഡെ വരുന്നവനെയും പോകുന്നവനെയും എല്ലാവർക്കും പുഞ്ചിരി, വീട്ടിൽ പോകുമ്പോഴോ കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. വാപ്പ എങ്ങനെ ആകണം? കുടുംബജീവിതത്തിൽ വഴക്കും ബഹളും അടിയൊക്കെ ഉണ്ടാകും. മകളിങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഭർത്താവിൻ്റെ വീട്ടിൽ പ്രയാസം, മോളെ എല്ലാം ഭാര്യ കെട്ടിക്കോ, അതോ വണ്ടി വരുന്നുണ്ട് കയറിക്കോ. അത് ആണത്തോ ആണെന്നാ വിചാരിക്കുന്നേ? അല്ല. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാ. തലാഖ് പരസ്പരം യത്തീമായി പോകുന്നു. എത്രയോ മക്കൾ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു. എന്തിൻ്റെ പേരിലാ? വാശിയടോ എല്ലാത്തിനും. എടോ, ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ കുടുംബക്കാർ സമ്മതിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെണ്ണിന്റെ വാപ്പ, പെണ്ണിന്റെ ഉമ്മ, പയ്യന്റെ ഉമ്മ, വാശി എല്ലാത്തിനും. അവരുടെ വാശിയുടെ മുമ്പിലാണ് ആ പാപങ്ങൾ മരിച്ചു പോകുന്നു. ഭീഷണിപ്പെടുത്തുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഉസ്താദന്മാരൊക്കെ എത്ര അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇരിക്കാത്ത ആളാ. അവസാനം നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്നൊരു മസ്ലഹത്തുണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു ഭാര്യയും പറഞ്ഞു, കാരണമൊന്നും വേണ്ടടോ. ഈ അടുത്ത് ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോൾ എന്നും ഇവള് ഒരു സോപ്പ് കൊണ്ടുപോയി കുളിക്കും. കുളി കഴിഞ്ഞിട്ട് ഈ സോപ്പ് കൊണ്ടുവന്ന് റൂമിൽ വെക്കും, ബാത്റൂമിൽ വെക്കില്ല. സ്ഥിരമായിട്ട് ആ കുട്ടി അങ്ങനെ. കാരണം ചില കുട്ടികൾ എന്താ, എൻ്റെ സോപ്പ് വേറെ ആരും ഉപയോഗിക്കണ്ട എന്നുള്ളതിൽ. പക്ഷെ ഇങ്ങനെ സോപ്പുമായിട്ട് തിരിച്ചു വരുന്നത് ഭർത്താവിൻ്റെ സഹോദരി കണ്ടു. പടച്ചവനെ, അത് കാരണം ആ ബന്ധം പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു സോപ്പ് കാരണം കുടുംബജീവിതം പിരിഞ്ഞടോ. എടുത്ത് എൻ്റെ വഴുത് കേൾക്കാൻ വരുന്ന കൊണ്ടോട്ടിയിലുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം വരണമെന്ന്. ഞാൻ പോകാൻ പറ്റിയില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടപ്പം പറഞ്ഞു, എടാ നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല കേട്ടോ, തിരക്കായി പോയി. ഉസ്താദെ അതൊക്കെ എല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഇവൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അവളുടെ പണി നോക്കി പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാത്തത് കാരണം പോയടോ ഇതവസ്ഥ. ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദെ ലാസ്റ്റ് ചർച്ചയാ, രണ്ടുപേരും കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള എഴുത്തുകുത്തൽ നടക്കാൻ പോകാം, ഒന്ന് വരാൻ പറഞ്ഞു. കഷ്ടകാലത്ത് ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെല്ലുമ്പോൾ 40ഓളം 35 പേരുണ്ട്, 2 ഫാമിലിയിൽ നിന്നും. എന്നാ ബഹളമെന്നറിയോ? അപ്പം എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഒന്നും മിണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും ഒരു 5 മിനിറ്റ് സംസാരിക്കണം. അത് പറ്റൂല എന്നാ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവസാനം പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു പറ്റൂല. അപ്പൊ പയ്യന്റെ വീട്ടുകാർ എൻ്റെ കൂടെ കൂടി, ഉസ്താദിന് എന്താ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവര് സംസാരിക്കാൻ അനുവാദം തന്നു. അവസാനം ഈ പെണ്ണിനെയും പയ്യനെയും വിളിച്ചുകൊണ്ട് മദ്രസയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനങ്ങോട്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. പടച്ചവനെ, ഇടിയാണോ കാറ്റാണോ മിന്നലാണെന്ന് അറിയില്ല. അങ്ങോട്ട് തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നത് പോലും അവർ പരിഗണിച്ചില്ല. ഞാൻ മിണ്ടാതെ ഇരുന്നു, എന്തായാലും കത്തി തീരട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10-20 മിനിറ്റ് നേരം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയിൽ അടിയൊക്കെ നടന്നു. പടച്ചവനെ, എല്ലാം കഴിഞ്ഞ് കാറ്റും മഴയും കഴിഞ്ഞ പോലെ രണ്ടുപേരും ശാന്തമായി. ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇനിയൊരു അവസരം കൊടുത്തുകൂടെ? ഇവളുടെ കൂടെ ഒന്നാലും ഞാൻ ജീവിക്കൊരു ഉസ്താദേ. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി. അവസാനം എന്തു പറഞ്ഞാലും ഇവർ രണ്ടുപേരും പിരിയാൻ തന്നെ തീരുമാനിച്ചു. ഇവർക്കൊരു ചെറിയ മകനുണ്ട്. ഞാൻ ഇറങ്ങാൻ സമയമായപ്പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൻ്റെ വെളിയിൽ നിന്ന് താഴെ ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും പിരിയുകയാ. ഇനി ഒരിക്കലും നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ അവസരമില്ല. അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് രണ്ടുപേരും കുറേ കാലം ജീവിച്ചതല്ലേ, പല പോരായ്മകളും വന്നു പോയിട്ടുണ്ടാകാം, നിങ്ങളൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് പിരിയാൻ പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങാൻ, നിങ്ങൾ പൊരുത്തം ചോദിച്ചോളാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റൂമിൻ്റെ വെളിയിലിറങ്ങി കുറച്ച് കഴിഞ്ഞ് കയറി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് കരഞ്ഞിട്ട് പറയുക, ഞങ്ങളെ പിരിപ്പിക്കരുത്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്. ഞാൻ അവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്, ഇതിലേ ഇറങ്ങി ബൈക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി വല്ല വാടക വീടോ ലോഡ്ജോ എടുത്ത് താമസിക്ക്, വീട്ടിൽ മാത്രം പോകരുത്. അള്ളാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി. അപ്പോഴും താഴെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാ. ഇതാടോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവിന്റെ വീട്ടിലെ ജോലിയുടെ പ്രയാസങ്ങളെ കുറിച്ച് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ അവിടെ നിന്ന് ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, അടിമയെ വേണമെന്ന് പറഞ്ഞല്ലോ, അടിമയെ വേണം
വേണമെന്ന് പറഞ്ഞല്ലോ ഫാത്തിമ. ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ വേണമെന്നല്ലേ നീ ചോദിച്ചത്? അതിനേക്കാളും നിനക്ക് നന്മ കിട്ടുന്ന, അതിനേക്കാളും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ല കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞുതാ ബാപ്പാ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ നീ പറയണേ ഫാത്തിമ. ഇത് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ പ്രയോജനമുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമ പറയുകയാ, മരിക്കുന്ന ദിവസം ഞാനത് പറഞ്ഞിട്ടാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾ പറയുകയാണ്, എന്റെ പിതാവെന്ന് രാത്രിയിൽ പറഞ്ഞു തന്ന ഒരു നന്മയുണ്ടല്ലോ, പടച്ചവനെ ഞാൻ മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു. അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ അവിടെ നിന്ന് പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. ഞാനും അങ്ങനെ തന്നെയാണ്. അന്ന് രാത്രി നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറയണേ എന്ന് അന്ന് രാത്രിയിൽ എൻ്റെ മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് മരിക്കുന്ന കാലം വരെ ഞാനും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, നമുക്കുമൊന്ന് നന്മ ചെയ്യാം, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാ, ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങല്ലേ, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്, 4 കാര്യം ചെയ്യാതെ ഉറങ്ങരുത്. ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമല്ല, ഉറക്ക വഴിയേണ്ട കാര്യമല്ല, പൈസ ചെലവുള്ള കാര്യമല്ല. പടച്ചവനെ നമുക്ക് അതാ കിടക്കുന്നതിന് വേണ്ടി അതാ കിടപ്പറയിലേക്ക് കടന്നു ചെന്നു. ആ ബെഡിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 കാര്യം പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മരിക്കുന്ന കാലം വരെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയണം. ഇത് ചെയ്യാതെ ഉറങ്ങരുത്. റബ്ബേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാ. 4 കാര്യം ചെയ്യാതെ ഇന്നൊരൊറ്റ മനുഷ്യനും കടന്നുറങ്ങരുത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്നും ചെയ്യണമെന്ന് ഞാൻ പറയണില്ല, ഇന്ന് ഒരു രാത്രിയെങ്കിലും നിങ്ങൾ ഇത് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ആ ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഒരു രാത്രിയല്ലേ ഉള്ളൂ, പൈസയുടെ ചിലവൊന്നുമില്ലല്ലോ, കഷ്ടപ്പാടൊന്നുമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇരുന്നോട്ടെപ്പാ, എന്തിനാ ഞാൻ നിൽക്കണത്? ഇരുന്ന് പ്രസംഗിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. എന്തിനും ബുദ്ധിമുട്ടുണ്ടോ? കാലു വയ്യ, എന്തിനാ അഫ്സമാരൊക്കെ അറിയാം. അൽഹംദുലില്ലാഹ്. തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും കേട്ടോ. ആരെയും ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തൊന്നുമില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട കാര്യമുള്ളൂ. വീട്ടിൽ പോയി ഇൽമു പറയുന്ന കാലമൊക്കെ പോയി. വരുന്നവനാണ് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തിരക്കുള്ളവരൊക്കെ പൊക്കോളിയും. ഇപ്പോഴല്ലേ പോകാൻ പറ്റൂ. അസ്റായിൽ വരുമ്പോൾ എവിടെ പോകാനാ? ഇപ്പോഴല്ലേ നമുക്ക് എഴുന്നേറ്റ് ഓടാനൊക്കെ പറ്റൂ. ഇപ്പൊ പള്ളിയിൽ നിന്ന് വേണമെങ്കിൽ ഓടാം, വഴുത് പറയുന്നിടത്ത് ഓടാം, എവിടുന്ന് വേണമെങ്കിലും എഴുന്നേറ്റ് ഓടാം. അസ്റായിൽ വരുമ്പോൾ എങ്ങും പോത്തില്ല, അവിടെ തന്നെ കിടക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം ഇന്ന് മുതൽ ചെയ്തൂടെ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞ്. ആർക്കും ശബ്ദമില്ല.
പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ പോലും ശബ്ദമില്ല നമുക്കൊന്നും. അള്ളാഹു എല്ലാവർക്കും ശബ്ദം നൽകുമാറാകട്ടെ. ശബ്ദമുണ്ടോ? എവിടെ? പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്ക് വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേ. കാരണം സദ്യ ഉണ്ണാനിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്, ഇലയിട്ടിട്ട് അങ്ങോട്ട് വിളമ്പി അടിക്കാൻ. കൈ പോലും ഉയർത്തുന്നില്ലല്ലോ നമ്മൾ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പള്ളിയിൽ ആരാ കൈ ഉയർത്തുന്നത്? ഇങ്ങനെ അടക്കാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു ജോലിക്ക് പോയി. എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി. മരിപ്പെല്ലാം കഴിഞ്ഞ് 3 or 7 കണ്ടായിരുന്നു, വർഷങ്ങളുടെ മുമ്പുള്ള കാര്യമല്ല. അപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഉസ്താദ് ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. അപ്പം ഞാനും ഒരു ഉസ്താദും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു കാക്ക ദുആ ചെയ്യാൻ പോന്നു. ദുആ ചെയ്ത ഉസ്താദെ. ഞാൻ ഈ മനുഷ്യനും കൂടെ യാസീൻ ഓതി കാക്ക ദുആ ചെയ്ത ഉസ്താദെ. 3 വട്ടം വിളിച്ചിട്ട് ആരും വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുക. ഞാൻ ചിന്തിച്ചു എന്തായാലും ഒരു യാസീൻ ഓതി വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു പടച്ചവനെ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് എത്തിച്ചിരിക്കണം അല്ലാഹ്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദ് സിറാജ് ഉസ്താദേ ഈ ചങ്ങായിയുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ. ഇതാടോ ഇന്നത്തെ ദുആയുടെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ അനുഭവങ്ങൾ കാണും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു 4 കാര്യം പറയാൻ ചെയ്യൂലേ? നിങ്ങൾ വിചാരിക്കുക എന്താ ഉസ്താദെ ഇന്ന് മാത്രം ചെയ്യാൻ പറഞ്ഞത്? നാളത്തെ കാര്യം എൻ്റെ പൊന്നാര ചങ്ങാതി ഇടയ്ക്ക് വഴുത് കേട്ടിട്ട് ഈ കേട്ട വഴുത് തന്നെ ജീവിതത്തിൽ ചെയ്യാൻ സമയമില്ലാതായിരിക്കാം. എപ്പോൾ നോക്കിയാലും വഴുതല്ലേ. പണ്ടൊരു വഴുത് കേൾക്കണമെങ്കിൽ വല്ല റമദാനോ നബിദിനോ ഒക്കെ വരണം. ഇപ്പോഴോ രാവിലെ മുതൽ രാത്രി വരെ വഴുത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്റ്റേജ് വഴുത്, ഓൺലൈൻ വഴുത്, മൊത്തം ഓൺലൈൻ. ഈ അടുത്ത് ഞാൻ വഴുതിന് പോയപ്പോൾ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞ ഒരു 3 കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. എവിടെ പോയപ്പോൾ ഒരു വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ പ്രസംഗിക്കണ ഉസ്താദല്ലേ? എൻ്റെ പൊന്നുസ്താദ് ഒരു കാര്യം പറയണം. ഈ പാപം പറയാൻ ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയതാ സുബഹി നിസ്കരിക്കാൻ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെണ്ണുപിള്ളയ്ക്ക് 1 ഗ്ലാസ് ചായ ഇട്ട് തരാൻ സമയമില്ല. ചോദിച്ചപ്പോൾ പറയാ മജ്‌ലിസിൽ ഇരിക്കുകയാണെന്ന്. അള്ളാഹു കാക്കമാറാകട്ടെ. എടാ സുബഹി നിസ്കരിക്കാൻ 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയ ഭർത്താവ് 1 ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഭാര്യ എന്ത് പറയാ? വേണമെങ്കിൽ ഇട്ട് കുടിച്ചോളാം, ഞാൻ എവിടാന്ന് ഹജ്ജ് ചെയ്തോണ്ടിരിക്കുവാന്ന്. അല്ലാഹു അഅലം. ഇതായിപ്പോയി. ഇവിടെ പണ്ട് ഒരു ചരട് ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോണ്ടേ? ഉസ്താദ് ഒരു ഗ്ലാസ് വെള്ളം ഓതിത്താന്ന് പറഞ്ഞ തങ്ങന്മാരുടെ അടുത്ത് ഉസ്താദ് ഇപ്പൊ നിങ്ങൾ തന്നെ ഓതും. ഞാൻ ഈ അടുത്ത് എനിക്കറിയുന്നൊരു വീട്ടിൽ പോയപ്പോ പടച്ചവനെ ഒരാൾ വന്നിട്ട് പറയുന്നു താത്ത ആട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. അപ്പൊ ഞാൻ ആലോചിച്ച് എന്താ അല്ലാ, നേരെ അകത്ത് പോയിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. എന്താണെന്നൊന്നും പിടികിട്ടിയില്ല. പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് രാവിലെ മജ്‌ലിസിൽ ദിക്ർ പറഞ്ഞിട്ട് ഓതി വെച്ചതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതായി പോയുടെ മൊത്തം. ഞാൻ പരിഹസിച്ചതും കളിയാക്കിയതല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടോ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകണം, ഒരു അദബും മര്യാദ ഉണ്ടാകണം. കേട്ട് 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 മൊത്തവും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അതൊരു നന്മ ചെയ്യൂലേ? നിങ്ങൾക്കൊക്കെ സുഖമാണോ? സുഖമാണോ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നു. എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ അങ്ങനെ വാ തുറന്ന് കാണിക്കാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താ അഭിപ്രായർത്ഥം? അതാ ഞാൻ പറഞ്ഞു വയത് കേൾക്കുന്നുണ്ട്, ഒന്നുമില്ല. എടാ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ വാ തുറന്ന് കാണിക്കാൻ പാടില്ല എന്നല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവി ഇരിക്കുക. അപ്പോൾ സഹാബി കയറി വന്നു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു യാ ഫുലാൻ, നമ്മുടെ പള്ളിയിലെ ഖതീബ് യുഗത്തിലെ ഹബീബെ അജരെ സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ നബിതങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റാഹത്താണ് നബി. അവർ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എന്ന രണ്ടാമതൊരു ചങ്ങാതി പുറകെ കയറി വന്നു. അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു സുഖമാണ്. ഖൈർ റാഹത്ത് എന്തോ പറഞ്ഞു. നബിതങ്ങളൊന്നും വേണ്ടിയില്ല, ചിരിച്ചു. അപ്പൊ ഈ സഹാബി ചോദിച്ചു എനിക്കെന്തേ നബി ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് ബർക്കത്തില്ലേ? അപ്പോഴാ പറഞ്ഞ് നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ സുഖമാണോ? എങ്ങനെ കേട്ടില്ലല്ലോ? എങ്ങനെ എന്താ നേരത്തെ പറയാഞ്ഞ? അതങ്ങനെ അവസ്ഥ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്കുള്ളതല്ലേ, ഞങ്ങൾക്കൊന്നുമില്ല.
ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് മടിയാ. ഇത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമുക്ക് ലാഭമല്ലേ ഉള്ളൂ. ഈ കടയിൽ കച്ചവടം ചെയ്യുന്നവരോട് ചോദിച്ചാൽ അളിയ കച്ചവടമൊക്കെ ഉണ്ടോടാ? പിന്നെ വൈകുന്നേരം ആകുമ്പോൾ 3000 4000 മാസം നല്ല വരുമാനം ഉണ്ടടാ. അപ്പൊ ഈ കേൾക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ല. എടാ ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോൾ ഇവന് മാത്രം ഇത്ര കച്ചവടം എവിടാ? പിന്നെ മുട്ട ഒഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹുമാറാകട്ടെ. എടാ ഒന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോൾ ആമിന ആയിഷാടിക്ക് ആയിഷ അങ്ങനെ ഉണ്ടടി മച്ചായിക്ക് ഒന്നുമില്ലടി, ആകെ ബുദ്ധിമുട്ടും പ്രയാസം, അല്ലാ തട്ടിയും മുട്ടിയും ഇങ്ങനെ പോണ്. അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കും ഇവളെത്തിങ്ങാനായാലോ ഒരു സന്തോഷം. മറിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാലോ അതിനകത്തൊന്നുമില്ലടോ, ഉണ്ടെന്നുമില്ല ഇല്ലാന്നുമില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി പറ സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാത്തിൻ്റെ കയ്യിലും പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? അതല്ല ചോദിക്കുമ്പോൾ തന്നാ മതി, വെച്ചോ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, ഈ അൽഹംദുലില്ലാ മതി രക്ഷപ്പെടാൻ. പൈസ ഒന്നും വേണ്ട, നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം പറയാം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? നിർത്താറായോ? എന്തിനാ വാച്ചി നോക്കണേ? 10:30 വരെ സമയമുണ്ടല്ലോ. 10 മണിയായപ്പോഴേ വാച്ചി നോക്കുന്ന ആൾക്കാർ. ആ നോക്കിയ മനുഷ്യന്റെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കണപ്പാ, അതേ അത്യാവശ്യം കാണുമായിരിക്കും. 4 കാര്യം ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹു നമ്മുടെയൊക്കെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. 4 കാര്യം ചെയ്യൂലേ? 4 കാര്യം ചെയ്യൂലേ? ഇത് ചെയ്യാതെ ഇന്ന് മുതൽ കിടന്നുറങ്ങരുത്. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? കൈവക്കിക്കേ ചെയ്യാന്നുള്ളവരൊക്കെ. ഇതോ ബാക്ക് സൈഡിലൊന്നും പൊങ്ങണില്ലടോ. ആ ശരി, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഖത്ത ഓതിയട്ടെ. ഈ കൈവക്കിയവർ മുഴുവൻ ഇന്ന് ഉറങ്ങാവൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തോതണം? ഒരു ഖത്ത ഓതണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ ഭയന്ന് പോയോ? ഇൻഷാ അല്ലാഹ്. ആയിഷ ബീബി അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. ആയിഷ ബീബിയോടാണ് നബിതങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ആയിഷ ബീബി ഇതുപോലെ തന്നെ ഇരുന്നിട്ടുണ്ടാകും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഖത്തം ഓതുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നീ പാരായണം ചെയ്യ്, നിനക്ക് ഖത്തം ഓതിയ ഒരു കൂലി കിട്ടുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഏത് 3 സൂറത്ത്? ഇഖ്ലാസ്, ഫലക്, നാസ്. ഇത് ഓതിയ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ഇനി ഓതിക്കൂടെ? വാപ്പ മരിച്ച അതിന് ഖത്തം തന്നെ ഓതണം. ഇത് 3 ഓതണ്ട. ബുദ്ധിയുള്ളവർ എന്നാ പിന്നെ അങ്ങനല്ല, അത് വേറെ. ഇത് രാത്രിയാണ്. 2, കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചോദിക്കണം? എന്ത് ചോദിക്കണം? കൂടെ കിടക്കുന്ന പെണ്ണും പിള്ള എടുത്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. കൂടെ കിടക്കുന്ന ആമിന നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ യന്ത്രം പോലെ കടന്ന് ഓടിയപ്പോ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടേക്കണേ എന്ന് നമ്മുടെ ഭാര്യയെടുത്ത് പോലും നമ്മൾ ചോദിക്കാറില്ല. പിന്നെ നാട്ടുകാരോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. എല്ലാവരുടെ പൊരുത്തം കിട്ടാനുള്ള വഴി എന്താ? ദുആ ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ദുആയാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ജുമയുടെ 2ാമത്തെ ഖുതുബയിൽ ഉസ്താദ് ഓതുന്ന ദുആയാണ്. ഇതറിയുന്നവർ ഇത് തന്നെ പറയടോ. ഇത് അറിയുന്നവർ ഇത് തന്നെ പറ. ഇത് അറിയില്ലേ? അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യ്, അവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അമ്മാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഈ ദുആ ചെയ്യാൻ കഴിയുമോ സഹോദരാ? നിനക്കതിന്റെ വിലയറിയില്ല, നിനക്ക് ആ ദുആഇന്റെ വിലയറിയില്ല. മഹാനായ പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബീ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം 120 കോടി നന്മ വേണോ 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാണ് ഏകദേശം 120 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോകത്ത് ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അവരുടെ തലയെണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരും നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരോട് അല്ലാഹു കരുണ കാണിക്കാൻ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകാൻ നീ ദുആ ചെയ്താ നിനക്ക് അല്ലാഹു ഓരോ മുസ്ലിമിന്റെ തലയെണ്ണമനുസരിച്ച് പ്രതിഫലം തരികയാ അതുകൊണ്ട് ഇന്ന് രാത്രി നീ ദുആ ചെയ്താൽ 120 കോടി പടച്ചവനെ 120 കോടി നന്മ നിനക്ക് അല്ലാഹു തരികയാണ് 2 എല്ലാവരുടെ പൊരുത്തം അല്ലാഹു നിനക്ക് നൽകുകയാ പടച്ചവനെ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എല്ലാ പ്രവാചകന്മാരോടും ശഫാഅത്ത് ചോദിക്കണേ ആയിഷ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ അവിടുന്ന് ശഫാഅത്ത് ചോദിക്കണേ യാ റസൂലല്ലാഹ് നിങ്ങളെ അല്ലാതെ വേറൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ പിന്നെ എങ്ങനെയാണ് ആയിഷ ഒരു 10 സ്വലാത്ത് പറ ആയിഷ ഒരു 10 സ്വലാത്ത് പറ ആയിഷ പ്രവാചകന്മാരുടെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ ഹജ്ജും ഉംറയും ചെയ്യാതെ ഉറങ്ങല്ലേ പലർക്കും ആഗ്രഹമുണ്ടോ ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ ഉംറയ്ക്ക് പോകാൻ കൊതിക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് നീ ഞങ്ങളെ അവിടെ എത്തിക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജും ഉംറയും ചെയ്ത കൂലി വേണോ കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിനകത്തിരിക്കുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടക്കണേ വാപ്പാ നിനക്ക് വല്ലാത്ത പ്രതിഫലമാണ് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷ്ടമായ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാ ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതാണ് നിനക്ക് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം ഇന്ന് ചെയ്തൂടെ ഉറക്കൊരു ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നന്മ പറഞ്ഞ ആ നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹ് ഈ പാവപ്പെട്ട ഉസ്താദ് അവരുടെ കൂടെ ഒരുപാട് സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് ഈ കാണുന്ന ഇതല്ലേ ആ റൂം ഇതിനകത്താണ് ഒരുപാട് രോഗികൾ ഇവരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടടോ വളരെ പ്രയാസത്തിൽ കാലില്ലാത്തവർ ക്യാൻസർ ഉള്ളവർ മാരകമായ രോഗങ്ങൾ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജൗഹരി എന്നോട് പറഞ്ഞു ഇന്നലെയും ആലപ്പുഴയിൽ നിന്നൊരു അച്ഛനും അമ്മയും
രണ്ടുപേരെയാ കൊണ്ടിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മതങ്ങളോ ജാതികളോ ഒന്നുമില്ല, മനുഷ്യൻ, എല്ലാവരും മനുഷ്യൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കഴിയുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അസ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ബക്കറ്റില്ലേപ്പാ, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. ഉറക്കം നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം നീ എടുത്തിട്. അള്ളാഹ്ക്ക് വേണ്ട നിന്റെ പൈസ, ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹിന് വേണ്ട. നീ കൊടുത്ത നിനക്ക് നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ നിനക്കറിയാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ആലിമാകേണ്ട കാര്യമൊന്നുമില്ല. സദക്ക കൊടുത്താൽ വിപത്തു മാറുമെന്ന് ഒരു പണ്ഡിതനും പറയണ്ട, എല്ലാവർക്കും അറിയാം. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി. 11 മണിയായി, താമസിച്ചു, ചാടി ബാത്റൂമിനകത്ത് കയറി തെറ്റിയടിച്ചു താഴെ വീണു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കള് നിലവിളി കെട്ട് ഓടി വന്നപ്പോ ദോ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ പൊക്കിയെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നല്ല മനുഷ്യനാ, AC തുറന്നിട്ട് പറഞ്ഞ് ഇതിനകത്ത് കിടത്തിക്കൊള്ളാൻ, ഐസിയുനകത്ത് കിടത്തിക്കോ വാപ്പാനെ. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, പടച്ചവനെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, പ്രശ്നമാണ്, സർജറി വേണം, 24 മണിക്കൂർ കഴിയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ നോക്കുമ്പോ നിന്റെ മകന് നിന്റെ ഭാര്യ പറഞ്ഞു വിടുന്നു പള്ളിയിലെ ഉസ്താദിനെ പോയി കാണാൻ. ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ മകൻ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ? ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ ഉസ്താദെ, പാപ്പ ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ഐസിയുനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നു ഉസ്താദെ. ഉമ്മച്ചി തന്നു വിട്ടതാ 1000 രൂപ, ദുആ ചെയ്യണേ. എന്തിനാ 1000 രൂപ കൊടുക്കണേ? ദുആ ചെയ്യാൻ പറഞ്ഞാ പോരെ? അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അണു നമ്മളിപ്പോ ബക്കറ്റുമായിട്ട് വരുമ്പോ പൊട്ടം കളിക്കും. ഡോക്ടർ പറഞ്ഞു ശരീരത്തിൽ ഒരു മുഴയുണ്ട്, ടെസ്റ്റിന് അയക്കണം, ക്യാൻസറിന്റെ. ഓ പടച്ചവനെ, അപ്പൊ നമ്മൾ ഓടി വരില്ലേ? അസ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ പാപങ്ങൾക്ക് വേണ്ടിയാണോ? ആരാരുമില്ലാത്ത ഈ അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്, ഈ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയാണ്. ഒരു ആലിമായ, ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ പടച്ചവനെ ഈ പ്രായത്തിലല്ല, അദ്ദേഹവും ഒരു സംഘവും പടച്ചവന് ഇങ്ങനെ ലക്ഷങ്ങളാണ് ഓരോ മാസവും ചെലവാകുന്നത്. അവരത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതും നമ്മൾ കൊടുക്കണമല്ലോ സഹോദരാ. ഇത് റജബു മാസമാ, റജബുന ശുക്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്, ബർക്കത്ത് വാരിക്കോരി കൊടുക്കുന്ന മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിലാണ് പാപങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുന്നത്. അല്ലാഹുവേ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഓരോ മുസ്ലിമും കേട്ടോ, ഓരോ മുഅ്മിനും കേട്ടോ, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് കാത്തു നിൽക്കുകയാ. ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ എടുത്തു കൊടുത്താ, പടച്ചവനെ മലക്ക് ദുആ ചെയ്യുന്നു, നാഥാ ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? ഇമാമല്ല, ഉസ്താദന്മാരല്ല, വഅദ് പറയുന്നവരല്ല, ഹാജിയാക്കന്മാരല്ല, മാതാപിതാക്കളല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകൾ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മലക്കുകളാണ് നിന്റെ തലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. നിനക്ക് ബർക്കത്ത് ലഭിക്കാൻ, നിന്നോട് പടച്ച റബ്ബ് കരുണ കാണിക്കാൻ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, അല്ലാഹു സമ്പത്ത് തന്നിട്ട് കാണാത്തവനെ പോലെ ഇരിക്കല്ലേ, നീ അവിടുന്ന് അഭിനയിക്കല്ലേ. ആ മക്കള് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ പാപങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാതെ
നീ എങ്ങാണം പിടിച്ചു വെച്ചാ അപ്പോഴും തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്കു പറയുകയാ, നാഥാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അല്ലാഹു നിന്റെ വരുമാനം കുറയ്ക്കും സഹോദരാ. വന്നുകൊണ്ടിരുന്ന വരുമാനമുണ്ടല്ലോ, അതെങ്ങാനും അല്ലാഹു വന്ന് പിടിച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കൊടുക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരുപാട് രോഗം പിടിച്ചവരുണ്ടല്ലോ ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരുപാട് മരുന്ന് കഴിച്ചു, ഏതൊക്കെയോ ഹോസ്പിറ്റലുകളിൽ വലിയ വലിയ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിച്ചു. എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ, നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.